സംസ്ഥാനത്ത് ഓണനാളുകളിൽ ബെവ്കോ വിറ്റഴിച്ചത് 920.74 കോടിയുടെ മദ്യം. 12 ദിവസത്തെ കണക്ക് മാത്രമാണിത്. കഴിഞ്ഞ വർഷം 842.07 കോടിയുടെ മദ്യമാണ് ഓണക്കാലത്ത് മാത്രം വിറ്റത്. കഴിഞ്ഞ വർഷത്തെ കണക്കുമായി താരതമ്യം ചെയ്യുമ്പോൾ 78 കോടിയുടെ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. കണക്കുകളനുസരിച്ച് കൊല്ലം ആശ്രാമം, കരുനാഗപ്പള്ളി, തിരുവനന്തപുരം ജില്ലയിൽ പവർ ഹൗസിനടുത്തായുള്ള ഔട്ട്ലെറ്റ് എന്നിവിടങ്ങളിലാണ് ഏറ്റവും കൂടുതൽ മദ്യം ഈ ഓണക്കാലത്ത് ചെലവഴിക്കപ്പെട്ടത്. 920.74 കോടി രൂപയുടെ മദ്യമാണ് 12 ദിവസം വിറ്റത്. അവിട്ടത്തിനും റെക്കോർഡ് വിൽപ്പനയാണ് ഉണ്ടായിരുന്നത്. 94.36 കോടിയുടെ മദ്യമാണ് വിറ്റുപോയത്. കഴിഞ്ഞ വർഷം അവിട്ടം ദിനത്തിൽ 65.25 കോടി രൂപയുടെ മദ്യവിൽപ്പനയാണ് നടന്നത്. 78.29 ലക്ഷം കേസ് ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യമാണ് വിറ്റുപോയത്. അതേസമയം സംസ്ഥാനത്തെ മദ്യശാലകളിൽ നാളെ മുതൽ കുപ്പികൾ തിരികെ വാങ്ങൽ ആരംഭിക്കുമെന്ന് ബെവ്കോ CMD ഹർഷിത അട്ടലൂരി പറഞ്ഞു. കണ്ണൂരിലും തിരുവനന്തപുരത്തുമായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ബെവ്കോ ഔട്ട്ലെറ്റുകളിലാണ് പൈലറ്റ് പദ്ധതി നടപ്പാക്കുന്നത്. ഇതിപ്പോൾ സീഡിയുടെ സഹായത്തോടെ ഞങ്ങൾ ഒരു ടാമ്പർ പ്രൂഫ് ലേബിൾസ് തയ്യാറാക്കിയിട്ടുണ്ട്. ആ ലേബിൾസ് ഓരോ പ്ലാസ്റ്റിക് കുപ്പിയുടെ പുറത്ത് ഒട്ടിച്ചിട്ട് ഈ ഇത് സാധനം സെയിൽസിൻ്റെ പോയിന്റിൽ വെച്ച് ഞങ്ങൾ ഒരു 20 രൂപ കൂടി ഡെപ്പോസിറ്റായിട്ട് കൂടുതൽ വാങ്ങും. ആ 20 രൂപയുടെ ഞങ്ങൾ ഒരു റിസീറ്റാണ് നൽകുന്നത്. ഇതുകൊണ്ട് ആ ലേബലിൽ ഈ ഷോപ്പിൻ്റെ പേര് കാണും. അപ്പോൾ ആ പ്ലാസ്റ്റിക് ബോട്ടിൽ ഈ ഷോപ്പിൽ കൊണ്ട് തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ 20 രൂപ തിരിച്ച് വാങ്ങാം. 80% ബോട്ടിൽസ് പ്ലാസ്റ്റിക് ബോട്ടിൽസാണ്. അപ്പോൾ 27 ലക്ഷം പ്ലാസ്റ്റിക് ബോട്ടിൽസാണ് ഓരോ മാസം ഈ 20 ഷോപ്പിൽ വിൽക്കുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞ് ഇതിൽ മാക്സിമം റിട്ടേൺ ചെയ്യാൻ വേണ്ടിയാണ് ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഇത് പൈലറ്റായിട്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ ഇതിനകത്തുള്ള ഇഷ്യൂസ് നോക്കിയിട്ട് ക്ലിയർ ആക്കിയ ശേഷം ഇത് മൊത്തം ഈ ഞങ്ങളുടെ 283 ഷോപ്പുകളിൽ ഇത് ജനുവരി 1 മുതൽ തുടങ്ങാനാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. പരീക്ഷണാടിസ്ഥാനത്തിലാണ് തിരുവനന്തപുരം, കണ്ണൂർ ജില്ലകളിൽ പദ്ധതി നടപ്പിലാക്കുക. ശേഷം സംസ്ഥാന വ്യാപകമായി ഇത് നടപ്പാക്കാനാണ് തീരുമാനം. ജനം, തിരുവനന്തപുരം.